ഇവിടെ ആ ഐസിൻ്റെ കട്ടി നോക്കി നിങ്ങൾ. എൻ്റെ മോനെ, ഇത് ആക്ച്വലി അത് അടുത്ത് പോയി നിന്നാലാണ് അതിൻ്റെ ആ ഒരു ഭീകരത മനസ്സിലാവുള്ളൂ. എത്ര വർഷങ്ങൾ കൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ ഐസ് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് ഇത്രയും കട്ടിക്ക് വരുന്നത്. പക്ഷെ എന്തൊക്കെ കാഴ്ചയാണ് ഇവിടെ. ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് എന്തോരം മനസ്സിലാവണ്ടെന്നറിയില്ല. പക്ഷെ അത് ഭീകര സാധനം ഉണ്ടത്. ഭയങ്കര ഹൈറ്റിലാണ് ആ ഒരു മഞ്ഞടിഞ്ഞേക്കണത്. അതെ, വേറൊരു കാര്യമുണ്ട്. ആ കാണുന്ന ഭാഗം കണ്ട, ഇതിലെയാണ് ഇനി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോണത്. ഇതാണ് ആ ലേമിയർ കനാല്. കണ്ട, അടിപൊളി റൂട്ടാണ് മോനെ, മൊത്തം ഐസ്. ഇനിയേ നമ്മുടെ ഷിപ്പ് പോണത് ഈ ഐസൊക്കെ ഉള്ളതുകൊണ്ടേ അതൊക്കെ ബ്രേക്ക് ചെയ്ത് ആയിരിക്കട്ടെ ഷിപ്പ് പോകുന്നത്. നമ്മുടെ ഷിപ്പ് ഇതുപോലെ ഐസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഷിപ്പാണ്. അങ്ങനത്തെ ഒരു സംഭവം. ഐസിനെ കീറി മുറിച്ച് വേണമല്ലോ പോകാനായിട്ട്. അപ്പൊ നമ്മുടെ ഷിപ്പ് അതിന് പറ്റിയ ഷിപ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഷിപ്പ് ഈ റൂട്ടിൽ കൂടി ഇങ്ങനെ എക്സ്പ്ലോഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കണ്ട മോനെ, ഐസൊക്കെ തകർത്താണ് നമ്മൾ പോയി യാത്ര ചെയ്യണം കേട്ടോ. ഇവിടെ ആ ദൂരെ കാണുന്ന ആ ഒരു മഞ്ഞില്ലാത്ത പ്രദേശമൊക്കെ ഉണ്ടോ, അത് പെങ്കിൻ കോളനിയാണ്. പെങ്കിന്റെ ഹൈവേ ഒക്കെ നമുക്ക് ഇവിടെ കാണാം. കണ്ട, ഇത് കണ്ട, ഇതിനെയാണ് ഈ ആവലാഞ്ച് എന്ന് പറയണെന്ന് തോന്നുന്നു. ആവലാഞ്ച് എന്നെങ്ങാണ്ടാണ് ഈ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഏരിയനെ പറയുന്നത്. മുകളിൽ നിന്ന് കുറെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ട കുറെ കറുത്ത കളറിലെ മഞ്ഞൊക്കെ ഉള്ളില് കണ്ട. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടും വീണ മഞ്ഞൊക്കെ ആയിരിക്കും കേട്ടോ.